ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ 12 എണ്ണമാണ്. പക്ഷേ പല വലിപ്പത്തിലുമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാതും വലിയ സ്ട്രോബെറി അല്ല, എന്നാലും 12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത സ്ട്രോബെറി തന്നെ എടുക്കുക. ഈ റെസിപ്പിക്കായിട്ട് എടുക്കുമ്പോൾ പുളിയില്ലാത്ത ടൈപ്പ് സ്ട്രോബെറി തന്നെ എടുക്കുക. കഴിയുന്നതും അങ്ങനെ തന്നെ കിട്ടുകയാണെങ്കിൽ പുളിയില്ലാത്ത ടൈപ്പ്, നല്ല കളറുള്ള ടൈപ്പ് സ്ട്രോബെറി എടുക്കുക. ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ട്രോബെറി ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സ്ട്രോബെറി ഉണ്ടല്ലോ, ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1/2 ലിറ്റർ മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന്. പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് എടുത്തതിൻ്റെ ശേഷം എൻ്റെ ചെറിയ മോള് ഗ്ലാസ്സിലൊന്ന് സ്ട്രോബെറി വെച്ചിട്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അരികിലൊക്കെ വെച്ച് കൊടുത്തതാണ്. അതുപോലെ ഇത്തിരി നന്നായിട്ട് പഴുത്ത സ്ട്രോബെറിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫ്രഷ് ജ്യൂസ് തന്നെ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്ട്രോബെറി, നന്നായിട്ട് പഴുത്ത സ്ട്രോബെറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിന് മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്, ഗാർണിഷ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. സ്ട്രോബെറിയും പാലും വാനില ഐസ്ക്രീമും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. സ്ട്രോബെറി ഷേക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പി ആയിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സമ്മറിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. നല്ലൊരു ഷേക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമാകുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രോബെറിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.